നമസ്കാരം. എന്റെ മുഴുവൻ പേര് എസ് വിനയചന്ദ്രൻ നായർ എന്നാണ്. കൂടുതലും സ്നേഹമുള്ളവർ വിനയൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ചേട്ടായിയെ നേരത്തെ അറിയാം. എങ്കിലും നിങ്ങളുടെ മുന്നിൽ ചേട്ടായി ആരാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു കുഞ്ഞ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോ വിനയ സാർ, ഞാൻ പൂജപ്പുരയാണ് എന്റെ സ്വദേശം. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് വെള്ളയാണി അമ്പലത്തിന്റെ അടുത്തോട്ട് താമസം മാറി. ചാരിറ്റി ചേട്ടൻ സ്വന്തമായിട്ട് ചാരിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു 25 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട്. 17 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ 100ഓളം വഹിച്ചോട് തിരുവനന്തപുരത്ത് കൊടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും ഇതുകൊണ്ട് നടന്നു പോകുന്നത് ദൈവത്തിന്റെ കാര്യങ്ങൾ. ആ പേരിൽ തന്നെ ഒരു വിനയമുണ്ട്. കാരണം ആ പേരിൽ തന്നെ നമുക്ക് എന്താണ് പറയുന്നത്, ഒരുപാട് നന്മകൾ ചേരുന്ന ഒരു പേര് തന്നെ. അത് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ എന്റെ വീട്ടിൽ ആരും വന്നാലും ഒരു നേരം താരം കൊടുക്കാതെ വിടില്ല. അതിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം. പിന്നെ ഞങ്ങൾ 3 പേരാണ്. പക്ഷെ അതിൽ എനിക്ക് വിനയൻ എന്ന് പറഞ്ഞ പേര് ചിലപ്പോൾ ഈശ്വരൻ ചെയ്തുകൊണ്ട് കിട്ടിയതാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇന്നുവരെ ആരുടെയും ഒരു വിദ്വേഷമോ എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതോ ഒന്നും തോന്നിയിട്ടില്ല. അത് എന്റെ ഈ പെരുമാറ്റം കൊണ്ടാവും. അത് അച്ഛനും അമ്മയ്ക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ഞാൻ കണ്ട നാളെ മുതൽ കേട്ടായിട്ട് നല്ല ക്യാരക്ടറാണ്. നല്ല നമുക്ക് എന്താണ്, നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ സംസാരിക്കണം തോന്നുകയും അങ്ങനെ നമ്മുടെ കൂടെ പോലെ പേര് ഒരു നല്ലൊരു ക്യാരക്ടറിന്റെ ഉടമയാണ്. അപ്പോ ഞാൻ എന്താണ് പറയുന്നത്, ഒരു ദിവസം എത്ര ഫുഡ് കൊടുക്കും? അത് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് 100 ഫുഡാണ്. അത് ചിലവര് ഈ നമ്മുടെ ഇന്ത്യൻ സൈഡിന്റെ അമ്മ മരിച്ചതിന്റെ ചടങ്ങോടനുബന്ധിച്ച് 500 ഫുഡ് നൽകാൻ സഹായിച്ചു. അങ്ങനെ ഒരു ഞാൻ വൈകിട്ടായിട്ട് പല സ്ഥലങ്ങളിലും കൊടുക്കും. അല്ലാതെ എല്ലാ ദിവസവും തമ്പാനൂര് ഈസ്റ്റ് പോർട്ട് പഴമറിക്കുന്നത് നമ്മൾ ആ സ്ഥലങ്ങളിലാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും 100 പൊതിച്ചോറ് എല്ലാ ദിവസവും. അത് ഇതുവരെ മുമ്പ് വന്നിട്ടില്ല. ഓരോ ദിവസവും സർവേശ്വരൻ അടുത്ത ദിവസത്തേക്കുള്ള ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% ജെനുവിനാണെന്ന് തോന്നി ജനങ്ങൾ തരുന്നതാണ്. ഇതിൽ ഒരുപാട് പൊയ്മുഖങ്ങൾ ഒരുപാട് ഉണ്ടാകുകയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു 5 10 ഫോൺ കൊടുത്തിട്ട് ഞാൻ ഇത്ര കൊടുത്തെന്ന് പറയുന്ന പല സംഘടനയിലുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നു. ശരിക്കും സത്യമാണ്. 1000-ൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലേ, ഒരു മനസ്സ് വേണം നമുക്ക്. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ വേദനയും വിശപ്പുണ്ടാകും നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം, അല്ലെങ്കിൽ ഒരു നേരത്തെ വയറ് നിറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ ഇരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത്, ഇനിയും ഒരുപാട് ഫുഡുകൾ കൊടുക്കാനും ഒക്കെ ദൈവം ഇടയാക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ ഓരോ വീഡിയോസും കാണാറുണ്ട്. കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. ഞാനും ഒരു സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എനിക്ക് ഷോപ്പ് ഉണ്ടാകുമ്പോൾ ചെയ്ത ഒരാളാണ്. എനിക്കറിയാം വിശപ്പിൻ്റെ വില. ഒരു സമയത്ത് ഞാൻ വിശന്ന് കിടന്നിട്ടില്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്, വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ. അപ്പോൾ വിശപ്പ് എന്താണെന്നും ദാഹം എന്താണെന്നും നമുക്ക് വേദന എന്താണെന്നും അറിയാം. അപ്പോൾ ഞാൻ വേദനിക്കുന്ന കോടീശ്വരിയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ചാരിറ്റികൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ശരിക്കും നമുക്ക് ആ ഒരു ഇതിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളതുകൊണ്ടാവാം നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുന്നത്. അപ്പോൾ ചേട്ടായി ചെയ്യുന്നത്, നിങ്ങൾ ചേട്ടായിട്ട് അക്കൗണ്ട് എന്തെങ്കിലും ഒന്ന് കയറി കാണുക. അക്കൗണ്ട് ഉണ്ടോ ചേട്ടൻ? അല്ല, ഇതിൽ തന്നെ ഉണ്ട്. വിനയൻ ചാറ്റി എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. വിനയ് സ്പർശ എന്നാണ് എൻ്റെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരുപാട് പേര് കേക്കുകളൊക്കെ കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ എന്താണ് പറയുന്നത്, ഒരു ഉപകാരം ഒന്നും ഇല്ലാണ്ട് കേക്കുകൾ കട്ട് ചെയ്യും, വെറുതെ അനാവശ്യമായിട്ട് പൈസകൾ ചിലവാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു പറ്റുമെങ്കിൽ ഒരു 10 പേർക്ക്, നിങ്ങൾക്കൊരു നല്ല നാട് വരുമ്പോൾ, ഒരു വിശേഷ ദിവസം വരുമ്പോൾ ഇതുപോലുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളെ ചേർന്ന് തന്നെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അപ്പം നിങ്ങൾ അവരെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി, ഒരുപാട് അനാഥാലയങ്ങളുണ്ട്. ആ ഒരു ബർത്ത്ഡേ നിങ്ങൾ അവരോടൊപ്പം ആഘോഷിക്കുകയാണെങ്കിൽ അവർക്കും ഒരു സന്തോഷമാണ്, നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ്. ഉള്ളവരില്ലാത്തവരെ സഹായിക്കുമ്പോഴാണ് ഇല്ലാത്തവരുടെ വയറ് നിറയുന്നത്. അപ്പം അതുപോലെ 2 കാര്യങ്ങളാണിത്. അപ്പോൾ പുള്ളിക്കാരനെ കാണാനും പുള്ളിക്കാരനൊരു പൊന്നാട ചേർത്താനുമാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം എനിക്ക് എന്താ പറയുന്നത്, നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള നന്മ മരങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന 1 രൂപയായാലും 50 പൈസയായാലും നമുക്ക് പറ്റുന്ന എന്താണ് സന്തോഷത്തോടെ നമ്മൾ കൊടുക്കുക. അവരെ വീണ്ടും വീണ്ടും മോട്ടിവേഷൻ കൊടുത്ത് മുകളിലേക്ക് വിടുക. ഇനിയും ഒരുപാട് പാവപ്പട്ടിണികളുണ്ട്. അതായത് കളിമണ്ണ് കൊണ്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലല്ല, അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വരിയായിട്ട് കുട്ടികൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം കിട്ടാണ്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് 3 നേരം ഫുഡ് ഉണ്ടല്ലേ, നമ്മൾ അനാവശ്യമായിട്ട് എത്രയും ഫുഡുകൾ കളയുന്നു. ചിലർ കൊടുക്കാറ് പോലും ഇല്ല, വേസ്റ്റാക്കി കളയുന്ന എത്രയും ഫുഡുകൾ. ഞാൻ പറയുന്നത് ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഊണായാലും വെച്ചാൽ 10 വീട്ടിൽ നിന്ന് 10 ഊണാവും.
ആ 10 ഊണ് 10 പേർക്ക് ഒന്നും വേണ്ട. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് വിഷമം കിടക്കുന്നവരുണ്ട്. കൊണ്ടുകൊടുത്താൽ ആ പുണ്യം അവർ മേളിലോട്ട് നോക്കി ദൈവമേ എന്നൊരു വിളി വിളിക്കും. ഞാൻ അന്നദാനം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമായ അച്ഛന്മാരൊക്കെ മേളിലോട്ട് നോക്കിയിട്ട് ദൈവമേ എൻ്റെ കുഞ്ഞിന് നല്ലത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഓരോ മനുഷ്യനെ കാണുമ്പോൾ എനിക്കത് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിക്കും. ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനിടയാവട്ടെ എന്ന്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പം ചേട്ടായിയെ വേണമെങ്കിൽ ചേട്ടായിയെ കോൺടാക്ട് ചെയ്യാം. ചേട്ടായിയുടെ കോൺടാക്ട് നമ്പർ പറഞ്ഞു. എൻ്റെ 9895196613 9895196613 എൻ്റെ ഫോൺ നമ്പർ. വിനയ സ്പർശം എന്നാണ് എൻ്റെ ആ ഒരു ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു നന്മമരമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാരുണ്ട്. ഒരുപാട് ബോഡികൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ വേദനിക്കേണ്ട കാര്യമില്ല. ഒരുപാട് പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അതായത് നമ്മളിൽ ഒരാളായി കാണുക. നമ്മുടെ ചോരയല്ല, നമ്മുടെ അമ്മ ജനിപ്പിച്ചതല്ല എങ്കിൽ പോലും നമ്മളിൽ ഒരാളായി കണ്ട് അവരെ സഹായിക്കുക. കാരണം നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാവരും ആറടി മണ്ണിലാണ് പോകുന്നത്. ഒരു ഉടുതുണി പോലും നമുക്ക് കാണത്തില്ല. നമ്മൾ പല സങ്കല്പവും കാണും. മരിക്കുമ്പോൾ എന്നെ അങ്ങനെ അടക്കണം, ഇങ്ങനെ ഒന്നും കിട്ടത്തില്ല. എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല. നമ്മളെ മക്കൾ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്കൊരു സന്തോഷം, ഒരു 2 നല്ല വാക്ക്, ഒരു ചായ, എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയ അന്നത്തെ ദിവസം നമ്മുടെ മനസ്സ് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അപ്പം നിങ്ങളും ഇതുപോലെയുള്ള നന്മകൾ ചെയ്യുക. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ ചേട്ടന് എൻ്റെ ഒരു ചെറിയൊരു സമ്മാനം ഞാൻ നൽകുകയാണ്. നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം ഞാനും സന്തോഷത്തോടുകൂടി നൽകുകയാണ്. ഒരുപാട് സന്തോഷം. എനിക്ക് എന്തായാലും എൻ്റെ ഒരു അനിയത്തി കുട്ടി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. ഒരു എന്തോന്ന് പറയാൻ കർമ്മപ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് സന്തോഷം. ഇതിന് എനിക്ക് വാക്കില്ല. ഈ ഓരോ വാക്കുകൾ കേട്ടപ്പോൾ അത് എനിക്ക് ഇനിയും ചെയ്യാനുള്ള എനിക്ക് പ്രചോദനമാണ് ഈ അനിയത്തി കുട്ടിയുടെ എനിക്ക് കിട്ടിയ വാക്ക്. ഞാൻ ചേട്ടായിയോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടായി ഇനി ഫുഡ് കൊടുക്കുമ്പോൾ, ചേട്ടായിയുടെ വകയായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും എന്നെ ക്ഷണിക്കണം. എൻ്റെ കൈ കൊണ്ട് ഒരു നേരത്തെ ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരം വന്നാൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. അപ്പോൾ വീണ്ടും ഒരുപാട് നന്മകളായിട്ട് ഇനി ഈ കാര്യങ്ങൾ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ.